ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചത് ലോകത്തിന് വലിയ പ്രതിസന്ധിയായി മാറിയിരിക്കുന്നു. 48 മണിക്കൂറിനുള്ളിൽ ഹോർമൂസ് തുറക്കണമെന്നാണ് US പ്രസിഡന്റ് ട്രംപിന്റെ അന്ത്യശാസനം. ഇല്ലെങ്കിൽ ഇറാനിലെ ഊർജ പ്ലാന്റുകൾ ലക്ഷ്യമിട്ട് കനത്ത ആക്രമണം നടത്തുമെന്നും ട്രംപ് ഭീഷണി മുഴക്കി. ട്രംപിന്റെ ഭീഷണിക്ക് തൊട്ടു പിന്നാലെ ഇറാൻ ഇസ്രായേലിൽ കനത്ത ആക്രമണം നടത്തി ഇസ്രായേലിനെ വിറപ്പിച്ചിരിക്കുന്നു. ഇസ്രായേലിലെ പ്രധാന ആണവ ഗവേഷണ കേന്ദ്രത്തിന് സമീപമുള്ള 2 മേഖലകളിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ വൻ നാശനഷ്ടവും നിരവധി പേർ മരിച്ചെന്നുമാണ് റിപ്പോർട്ട്. ഈ ആക്രമണം 3 ആഴ്ച പിന്നിടുന്ന യുദ്ധത്തിലെ നിർണായക ഘട്ടമായാണ് വിലയിരുത്തപ്പെടുന്നത്. തെക്കൻ ഇസ്രായേലിലെ ഡിമോണ, അരാദ് എന്നീ നഗരങ്ങളെയാണ് ഇറാൻ ലക്ഷ്യം വെച്ചത്. ഇസ്രായേലിൻ്റെ അതീവ സുരക്ഷയുള്ള ആണവ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഈ മേഖലയിലാണ്. ഇറാൻ്റെ മിസൈലുകളെ തടയാൻ തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് സാധിച്ചില്ലെന്ന് ഇസ്രായേൽ സൈന്യം സമ്മതിച്ചിട്ടുണ്ട്. ലക്ഷ്യസ്ഥാനങ്ങളിൽ മിസൈലുകൾ നേരിട്ട് പതിച്ചു. പരിക്കേറ്റ 10ഓളം പേരെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റി. പലരുടെയും നില ഗുരുതരമെന്നാണ് റിപ്പോർട്ട്. 2 സ്റ്റേജ് കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈലാണ് ഇറാൻ പ്രയോഗിച്ചതെന്ന് ഇസ്രായേൽ സൈനിക മേധാവി ജനറൽ ഇയാൽ സമീർ പറഞ്ഞു. ഇറാൻ്റെ മിസൈൽ ശേഷി അത്യാധുനികമാണെന്ന് ഈ ആക്രമണത്തിലൂടെ തെളിഞ്ഞിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ആക്രമണം ശക്തമാക്കുമെന്നും യുദ്ധം ഉടനെങ്ങും അവസാനിപ്പിക്കില്ലെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കി. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ആക്രമണങ്ങൾക്ക് മറുപടിയാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ യുദ്ധം കൂടുതൽ രൂക്ഷമാകുന്നത് ആഗോളതലത്തിൽ വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. ഇറാൻ ഇസ്രായേൽ സംഘർഷം ഇപ്പോൾ വലിയ ആകാശയുദ്ധമായി മാറിയിരിക്കുന്നു. ഓരോ ആക്രമണവും അതിന് പിന്നാലെയുള്ള തിരിച്ചടിയും ലോകത്തെ കൂടുതൽ അനിശ്ചിതത്വത്തിലേക്ക് നയിക്കുന്നു. സമാധാന സാധ്യതകൾ മങ്ങിയിരിക്കുന്ന ഈ ഘട്ടത്തിൽ രാജ്യങ്ങളുടെ ഈ ഏറ്റുമുട്ടൽ എവിടെ അവസാനിക്കുമെന്നാണ് ഇപ്പോൾ ലോകം ശ്രദ്ധിക്കുന്നത്. അതിനിടെ മാർച്ച് 20 പുലർച്ചെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഇസ്രായേലിന് നേരെ നടത്തിയ മിസൈൽ വർഷം ഇസ്രായേൽ പ്രതിരോധ സേന സ്ഥിരീകരിക്കുകയും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇറാനിൽ നിന്ന് മിസൈലുകൾ വിക്ഷേപിച്ചതായി വ്യക്തമാക്കുകയും ചെയ്തു. ഇറാൻ ഈ ആക്രമണത്തെ പ്രതിരോധ നടപടികളുടെ ഭാഗമായാണ് അവതരിപ്പിക്കുന്നത്. ഇറാനിയൻ മാധ്യമങ്ങൾ അവരുടെ സൈനിക ശേഷിയുടെ തെളിവായി ഈ ആക്രമണങ്ങളെ വിശേഷിപ്പിക്കുമ്പോൾ ഇസ്രായേലും US മേഖലയിൽ നടത്തുന്ന സൈനിക നീക്കങ്ങൾക്ക് മറുപടിയാണിത് എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാനിലെ സൈനിക ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടന്ന ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് ഈ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയനും സംഭവവികാസങ്ങളിൽ ശക്തമായ പ്രതികരണവുമായി രംഗത്തെത്തി. US നടപടികൾ അന്താരാഷ്ട്ര നിയമക്രമത്തെ തകർക്കുന്ന പുതിയ മാതൃകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. ഈ പ്രതിസന്ധിക്കെതിരെ അന്താരാഷ്ട്ര സമൂഹം ഉറച്ച നിലപാടെടുക്കാത്ത പക്ഷം അതിൻ്റെ ആഘാതം പല രാജ്യങ്ങളെയും ബാധിക്കും. ഇതൊരു പ്രാദേശിക സംഘർഷം മാത്രമല്ല, ആഗോള പ്രതിസന്ധിയിലേക്ക് വളരാനുള്ള സാധ്യത കൂടിയാണെന്നാണ് ഈ പ്രസ്താവന സൂചിപ്പിക്കുന്നത്. അതേസമയം സംഘർഷം അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ അമേരിക്കൻ വ്യോമസേനയ്ക്കും കനത്ത തിരിച്ചടി നേരിട്ടതായാണ് റിപ്പോർട്ടുകൾ. യുദ്ധം ആരംഭിച്ച ശേഷം ചുരുങ്ങിയത് 16 അമേരിക്കൻ സൈനിക വിമാനങ്ങളെങ്കിലും നശിപ്പിക്കപ്പെട്ടതായാണ് വിവരം. 6ഓളം വിമാനങ്ങൾ വിവിധ അപകടങ്ങളിൽപ്പെട്ട് തകർന്നതായും റിപ്പോർട്ടുണ്ട്. വിമാനങ്ങൾ നഷ്ടപ്പെട്ട സംഭവങ്ങളിൽ കുവൈറ്റിൽ 3 F-15 യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടതും ഇറാഖിൽ ഇന്ധനം നിറയ്ക്കുന്നതിനിടെ KC-135 ടാങ്കർ തകർന്നതും ഉൾപ്പെടുന്നു. ടാങ്കർ അപകടത്തിൽ 6 ജീവനക്കാർ കൊല്ലപ്പെട്ടതായാണ് വിവരം. കൂടാതെ സൗദി അറേബ്യയിലെ വ്യോമതാവളത്തിൽ നിർത്തിയിട്ടിരുന്ന 5 KC-135 വിമാനങ്ങൾ മിസൈൽ ആക്രമണത്തിൽ തകർന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. ഈ നഷ്ടങ്ങളെക്കുറിച്ച് ഔദ്യോഗികമായി പ്രതികരിക്കാൻ US സെൻട്രൽ കമാൻഡ് ഇതുവരെ തയ്യാറായിട്ടില്ല. വിമാനത്തിന് കേടുപാടുകൾ സംഭവിച്ചതിന് പിന്നിൽ ഇറാനിയൻ ആൻറ്റി എയർക്രാഫ്റ്റ് ഫയർ ആയിരിക്കാമെന്നാണ് ചില വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നതെങ്കിലും ഇത് സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം US നടത്തിയിട്ടില്ല. യുദ്ധം മൂർച്ഛിക്കുന്നതിനിടെ ലോകത്തെ എണ്ണ വിതരണത്തെ ബാധിക്കുന്ന തരത്തിൽ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ തടഞ്ഞത് ആഗോളതലത്തിൽ വലിയ പ്രതിസന്ധിക്ക് കാരണമായിട്ടുണ്ട്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇറാൻ ഇത്തരമൊരു നീക്കം നടത്തുന്നത്. ഇത് ആഗോള വിപണിയിൽ എണ്ണവില ബാരലിന് $100 മുകളിലെത്താൻ ഇടയാക്കി. മേഖലയിലെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെയും ഇറാൻ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഒരു നാവിക സഖ്യം രൂപീകരിക്കാനുള്ള ശ്രമത്തിലാണ് അമേരിക്ക.
ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ സൈനിക കേന്ദ്രങ്ങൾ, ഊർജ്ജ കേന്ദ്രങ്ങൾ, തന്ത്രപ്രധാന ഇടങ്ങൾ എന്നിവ ലക്ഷ്യമിട്ട് തുടരുകയാണ്. ഇരുപക്ഷങ്ങളും പരസ്പരം ശക്തമായ തിരിച്ചടികൾ നടത്തുന്നതിനാൽ യുദ്ധം കൂടുതൽ വ്യാപകമാകാനുള്ള സാധ്യത ഉയർന്നിരിക്കുകയാണ്.